ഹലോ, ഇന്ന് നമുക്കൊരു സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പാക്ക് നോക്കാം കേട്ടോ. കാരണം സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽ യൂസ് ചെയ്യുന്നവരാണ് ഒരുപാട് പേര്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല റിസൾട്ട് കിട്ടുന്ന 100% റിസൾട്ട് കിട്ടും കേട്ടോ. അത് ചെയ്ത് നോക്കിക്കോളൂ, അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് പാക്ക്, ഒരു മാജിക്കൽ ഫേസ് പാക്കാണ് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ബാക്ക് ടു നിപ്സ് ഫാഷൻ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്, അപ്പോൾ ഒരുപാട് വീഡിയോസിൽ ഞാൻ വൈറ്റനിങ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ദോഷവും എല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്താ പറയുക, ഒരുപാട് പേര് ഇപ്പോഴും നമ്മളുടെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേര് പോലും ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒത്തിരി പേര് നമ്മളോട് ഈ നമ്മളെ പേഴ്സണൽ ഗൈഡൻസിലൊക്കെ വരുന്ന എല്ലാവരും തന്നെ ഈ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ച് അതിലൂടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് വരുന്നവരാണ്. അപ്പം എന്നോട് പറയാറുണ്ട്, മാമിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ചെയ്യാൻ പാടില്ലെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ നമ്മൾ വീണ്ടും മേടിച്ച് പോകണമെന്നൊക്കെ പറയാറുണ്ട്. വീണ്ടും വീണ്ടും ഞാനത് പറയുവാണ്. നിങ്ങൾ ഒരിക്കലും അതുകൊണ്ട് നമ്മളുടെ സ്കിന്നിന് ആ ഒരു സമയത്ത് ഇതിനകത്തെന്ന് വെച്ചാൽ 100% കെമിക്കലാണ്. അപ്പോൾ നമ്മളിത് കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും പെട്ടെന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റായി വരുന്ന പോലെ. അങ്ങനെയല്ല. നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിലുള്ള മെലാനിൻ്റെ ഉൽപ്പാദനം അത് ശരിക്കും അത് ഇല്ലാതാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ സ്കിൻ പെട്ടെന്ന് തന്നെ സെൻസിറ്റീവായി പോകും. കുറച്ച് നാൾ ഇത് ഉപയോഗിക്കുമ്പോൾ സ്കിൻ പീലായി പോകും. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സ്കിന്നിൽ വരും. സ്കിൻ ക്യാൻസർ വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ദയവ് ചെയ്ത് ഇത്രയും കെമിക്കൽ അടങ്ങിയിട്ടുള്ള സ്കിൻ വൈറ്റനിങ് പാക്കുകൾ അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ക്രീമുകൾ, ഇതെല്ലാം ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. ഇങ്ങനെയുള്ളതൊന്നും മേടിച്ച് ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ പേഴ്സണൽ ഗൈഡൻസിൽ കാണുന്നതുകൊണ്ട് തന്നെ പറയുവാണ്, നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും ഓരോ പ്രൊഡക്റ്റും എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുക. ഒത്തിരി പേര് ചില സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യത്തില്ല, പക്ഷേ ഡയറക്റ്റായിട്ട് പല രീതിയിലുള്ള സിറമൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നവരുണ്ട്. ഫേസ് ചുമ്മാ ഒന്ന് വാഷ് ചെയ്യും, എന്നിട്ട് റെറ്റിനോൾ യൂസ് ചെയ്യുന്നവർ, നിയാസിനമൈഡ്, ഇങ്ങനെയുള്ള സിറം മാത്രമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. സ്കിന്നിനെ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു രീതിയിലെ സിറവും നമ്മൾ പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതിന് മുമ്പ് സ്കിന്നിനെ പ്രെപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഹൈഡ്രേറ്റ് ചെയ്ത് എന്നിട്ട് മാത്രമേ നമ്മളിതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്കിന്നിന് എന്താണെന്നോ എങ്ങനെയാണ് ഒരു സ്കിൻ കെയർ ചെയ്യേണ്ടതെന്നോ നമ്മളെ സ്കിന്നിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആരോഗ്യത്തോട് കൂടിയിട്ട് നമ്മളുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ കറക്റ്റായിട്ട് ഒരു പ്രശ്നമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്കിനി നിങ്ങളുടെ സ്കിന്നിന് എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നറിയില്ല, എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ 3 മാസത്തേക്ക് ഞാൻ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, കമൻറ്റ് ബോക്സിൽ അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ 3 മാസത്തെ ഗൈഡൻസിൽ 3 കൺസൾട്ടിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ 21 ഡേയ്സിലും നമ്മൾ ചെക്ക് ചെയ്യും, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് പറഞ്ഞുതരും, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ കാണിച്ചു തരും. ആ ഒരു രീതിയിൽ നമ്മൾ കൂടെ നിന്നുകൊണ്ട് ആ ഒരു 3 മന്ത്സ് കൊണ്ട് നമ്മൾ സ്കിന്നിലെ പ്രോബ്ലംസ് എല്ലാം ക്ലിയർ ചെയ്ത് ഒരു ഹെൽത്തി സ്കിന്നാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഫീസ് ഉണ്ട്, 5000 റുപ്പീസാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ മാത്രം അതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറ്റുന്ന രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ മനസ്സിലാക്കിക്കൊണ്ടൊരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുക. ക്ലെൻസ് ചെയ്യണം, ടോൺ ചെയ്യണം, മോയ്സ്ചർ ചെയ്യണം, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇതെല്ലാം നിർബന്ധമായിട്ടും ചെയ്യണം. ഒരു രീതിയിലുള്ള സ്കിൻ വൈറ്റനിങ് ക്രീമുകളോ പ്രൊഡക്റ്റുകളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും വലിച്ചു നീട്ടരുതെന്നുള്ള കമൻസൊക്കെ വരും. വലിച്ചു നീട്ടാതെ നമ്മളുടെ പാക്കിലേക്ക് പോകാം. വലിച്ചു നീട്ടുമല്ല ഇതൊരു കാര്യം. കാരണം നമുക്കിതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളാണ്. കാരണം അത്രയും പേരുടെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നോക്കാം. അതിലേക്കായിട്ട് നമുക്ക് വേണ്ടത്, നമുക്കെപ്പോഴും ഈ ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് റൈസാണ് അല്ലേ. റൈസ് ഇല്ലാതെ ഒരു പരിപാടിയില്ല. അപ്പോൾ 2 സ്പൂൺ റൈസ് എടുക്കുക. തലേന്ന് കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം ഈ കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരു 1/2 ഗ്ലാസ്സൊക്കെ മതി 2 സ്പൂണിനൊക്കെ കുതിർത്ത് വയ്ക്കുക. എന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ നമ്മളിതെടുത്തിട്ട് 1/2 മുതൽ 1 ഗ്ലാസ് വെള്ളത്തിൽ
നമ്മൾ അര ഗ്ലാസ് ശരിക്കും മതിയാവും. നന്നായിട്ട് സിമ്മിലിട്ടാൽ മതി, ചെറിയ ഇതിലിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ബോയിൽ 10 to 15 മിനിറ്റ് കൊണ്ട് കുക്കാവും. പച്ചരി എടുക്കണം, ബാസ്മതി റൈസോ അങ്ങനെയുള്ള റൈസ് വേണം നമ്മളിതിനായിട്ട് എടുക്കേണ്ടത്. എന്നതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജാറിലിട്ട് നിങ്ങളൊന്ന് അടിച്ചെടുക്കുക, പേസ്റ്റ് രൂപത്തിലേക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് അലോവേറ ജെൽ ആഡ് ചെയ്ത് കൊടുക്കുക. അലോവേറ ജെല്ല് മേടിക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. കളർ ആഡ് ചെയ്തിട്ടുള്ള അലോവേറ ജെല്ല് മേടിക്കാൻ പാടില്ല. ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ആദ്യം ഇത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഈ അലോവേറ ജെൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര ഒരു പേസ്റ്റ് രൂപത്തിലൊക്കെ നമുക്ക് കിട്ടും. അതിൽ നമ്മൾ ആ മിൽക്കും കൂടെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് ടീ ട്രീ ഓയിൽ നമുക്ക് ഓപ്പൺ പോർട്സ് ഉള്ളവർക്കും ആഗ്നി ഉള്ളവർക്കൊക്കെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഓയിലി സ്കിന്നർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 to 3 ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ എടുക്കുക. അതിലേക്ക് നമുക്ക് ജോജോബോ ഓയിൽ എടുക്കുക. അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അതിന് പകരമായിട്ട് നമുക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. ഓക്കെ, ജോജോബോ ഓയിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ എടുക്കുക കേട്ടോ. അതും കൂടെ ഇതിനകത്ത് നല്ല രീതിയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഫേസ് ക്രീം പോലെ ഉണ്ടാവും, ഫേസ് ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടാവും. റൈസ് നമ്മൾ മിക്സിയിലിട്ട് മിക്സിയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. അത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വെള്ളം കൂടുതൽ ആഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയാണോ വെള്ളം വെച്ചത് ആ വെള്ളത്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ ഇത് അടിച്ചെടുക്കാനായിട്ട്. കൂടുതൽ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതിൻ്റെ കൺസിസ്റ്റൻസി അതുപോലെ വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് അത്രയും അളവിൽ മാത്രം എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് എല്ലാം നമ്മളുടെ ഒലിവ് ഓയിലും ടീ ട്രീയും എല്ലാം വന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ജാറിലാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നോക്കുക. നമ്മളെപ്പോഴും എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി നമ്മൾ മേടിക്കും, പക്ഷേ അത് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രോപ്പർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞിരുന്ന പാക്കാണെങ്കിൽ ശരി എന്താണെങ്കിലും ശരി ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഉപയോഗിക്കുക. ഓരോ പാക്കും ഓരോ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നൈറ്റാണ് ഞാനിത് പറയുന്നത് കേട്ടോ. എന്തൊരു ട്രീറ്റ്മെൻറ്റാണ്, ഈവൻ നിങ്ങളൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈവനിങ് ഒരു 5 o'clock ശേഷം ഈ ചൂടൊക്കെ മാറിയതിന് ശേഷം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഭയങ്കര ഒരു റിസൾട്ടായിരിക്കും. ഒരു ഉച്ച സമയത്തൊന്നും മാക്സിമം പാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് എന്ന് വെച്ചാൽ ഇത് നൈറ്റിലേക്ക് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് ശരിക്കും ഒരു വൈറ്റനിങ് ക്രീമാണല്ലോ, അപ്പോൾ അത് നൈറ്റിലേക്കാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ അത് നൈറ്റിലേക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ റൈസ് ഉണ്ടല്ലോ, റൈസ് സോക്ക് ചെയ്യാൻ വെച്ച് വെള്ളമൊക്കെ ഉണ്ടാവില്ല, അത് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. ആ തലേദിവസം നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് അതൊരു ടോണർ പോലെ നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒന്ന് ടോണർ പോലെ ഫേസിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും, ആ ഒരു റിസൾട്ട് ഭയങ്കരമായിരിക്കും. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് നമ്മൾ ഫേസ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണ് ടോണർ നമ്മൾ യൂസ് ചെയ്യുക ആ ഒരു രീതിയിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം കുറച്ച് ഫാനിൻ്റെ താഴേക്ക് നിന്ന് ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ ഈ പാക്ക് ഒന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്ത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്, ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാമെന്ന്. ഞാനിവിടെ ക്ലെൻസിങ്ങിനായിട്ട് നമ്മുടെ നാൽപ്പാമരാതി മിൽക്ക് ക്ലെൻസർ ഞാൻ വീണ്ടും എടുത്ത് പറയണം, ഭയങ്കര റിസൾട്ടാണ്. ഇതിനോടൊക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും റിവ്യൂസ് കണ്ടാൽ അറിയാം. 1 ടൈം യൂസിൽ ഇത്രയും നാൾ കൊണ്ട് നിങ്ങൾ എന്തെല്ലാം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ചാലഞ്ച് ചെയ്യും കേട്ടോ. ഒരിക്കലും ഈ റിസൾട്ട് ആർക്കും തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല. ഒറ്റ പ്രാവശ്യത്തെ യൂസിൽ തന്നെ അത്രമാത്രം റിസൾട്ടാണ് നമ്മളടുത്ത് മേടിച്ച് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി പേര് കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് എടുത്ത് നോക്കിക്കോളും, ഭയങ്കര റിസൾട്ടായിരിക്കും. നമ്മൾ സ്കിന്ന് ഒരു ആൻറ്റി ഏജിങ്ങിലൊക്കെ പോകുന്നവർക്കൊക്കെ ഭയങ്കര റിസൾട്ടാണ്. അതുപോലെ ചെറിയ പിള്ളേർ തൊട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതൊരു മാജിക് ഓയിലാണ്. അപ്പോൾ മാജിക് ഓയിൽ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ, ചെയ്ത് ബുക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഉപയോഗിക്കാൻ. നമ്മൾ പാക്കിൻ്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ക്ലെൻസ് ചെയ്തിട്ട് ടോണർ പോലെ നമ്മളുടെ ഈ റൈസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം നമ്മൾ ഈ ഫേസ് പാക്ക് ഒന്ന് ഫാനിൻ്റെ അവിടെ നിന്ന് ഒന്ന് സെറ്റായതിന് ശേഷം ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പാക്ക് കറക്റ്റായിട്ട് നമ്മൾ സാധാരണ പാക്ക് ഇടില്ലേ അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ
പാക്കിട്ട് ഒരു 30 മിനിറ്റ്സ് കേട്ടോ, 30 to 35 മിനിറ്റ്സ് ഒക്കെ വെക്കാം, ഒരു കുഴപ്പമില്ല നൈറ്റിൽ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു അരമണിക്കൂറിന് ശേഷം ഫേസിൽ നമ്മളൊരു എന്താ പറയുക ടിഷ്യൂ, അതായത് വെറ്റ് ടിഷ്യൂ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ടിഷ്യൂ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഫേസ് വാഷ് ചെയ്ത് കളയരുത്, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക. വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും ചെയ്യണ്ട, അതുപോലെ മിണ്ടാതെ നമ്മൾ കിടന്ന് ഉറങ്ങുക. രാവിലെ എഴുന്നേറ്റിട്ട് വാഷ് ചെയ്താൽ മതി. കാരണം അത് ഫുൾ വാഷ് ചെയ്ത് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാൻ മാത്രമാണ് പറയുന്നത്. കാരണം ഈ പാക്ക് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്ന് വൈപ്പ് ചെയ്യുക, വാഷ് ചെയ്യരുത്. മോർണിംഗ് എഴുന്നേറ്റിട്ട് വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബ്രൈറ്റനിങ് എന്ന് വെച്ചാൽ ഭയങ്കര റിസൾട്ടായിരിക്കും നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് നമ്മളിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ല, സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നാൽപ്പാമരാതി മിൽക്ക് ക്ലെൻസർ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു ക്ലെൻസറാണ്, 100% ആയുർവേദിക്കാണ്, കെമിക്കൽ ഒന്നും തന്നെ ഇല്ല. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് വേണം, സ്കിൻ കെയർ ഒക്കെ ചെയ്യണം, കറക്റ്റായിട്ട് സ്കിൻ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിൻ വേണമെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.